ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സ്വാഗീദാസ്. നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ പഠനമൊക്കെ എവിടം വരെ എത്തി? നമുക്കറിയാം, നമ്മുടെ എക്സാം ഡേറ്റ് വന്നു അല്ലേ? ഓഗസ്റ്റ് 24-നാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. ഈ ഒരു എക്സാമിന് വേണ്ടി ചിട്ടയായ പഠനം നമുക്ക് അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെറ്റ് എക്സാം തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. കാരണം ഈ അടുത്ത് നമുക്കിനി HSSTയുടെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിന് മുന്നേ ആയിട്ട് ഇനി ഒരു സെറ്റ് എക്സാം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എക്സാമിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനിലൂടെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അതായത് നമുക്കറിയാം, നമ്മുടെ ടോപ്പിക്സൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കണ്ടന്റ് മാത്രം കൃത്യമായി പഠിച്ചു പോവുക എന്നുള്ളതിലുപരി പലർക്കും ഇപ്പോൾ ഉള്ളൊരു ഡൗട്ടാണ്, ഇനിയുള്ള ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഇനി അധികം ദിവസങ്ങളില്ല. ഏകദേശം ഒരു 50-55ഓളം ദിവസങ്ങളാണ് നമുക്കിനി ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൂ. പലർക്കും ഡൗട്ടാണ്, ഈ ദിവസങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അതിനായിട്ട് ചിട്ടയോടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ളൊരു പഠനവും അതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ് അല്ലേ? പക്ഷേ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഈ സിലബസ് എങ്ങനെ കവർ ചെയ്തെടുക്കാം? അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സെറ്റ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മേഖലകൾ അല്ലെങ്കിൽ ടോപ്പിക്സ്, പ്രധാന ടോപ്പിക്സ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാം? ഇതിനൊക്കെ ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മുടെ CCയിൽ 60 ഡേയ്സിൻ്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ നോട്ട്സും ടെസ്റ്റ് സീരീസും PYQ ഡിസ്കഷനും ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും ഒക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. മാക്സിമം നമ്മുടെ ഹാർഡ് വർക്ക് അതിനാവശ്യമാണ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് വർക്ക് കൂടി വേണം. കാരണം നമുക്കറിയാം, ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ PGക്കാണെങ്കിലും ഡിഗ്രിക്കാണെങ്കിലും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വീണ്ടും പഠിച്ചെടുക്കുന്നത് അല്ലേ? കുറച്ച് ഗ്യാപ്പ് വന്നവരൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരൊന്നും ടെൻഷൻ അടിക്കേണ്ട. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് സെഷൻസും എല്ലാം പോകുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെൻ്റൽ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ടോപ്പിക്സിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ലൈവ് സെഷൻസിനും ഇവിടെ വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ കഴിഞ്ഞ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും, കേരളത്തിൽ തന്നെ സെറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന് വലിയൊരു റോള് നമ്മുടെ ലൈവ് സെഷൻസിന് കൂടിയുണ്ട്. കാരണം നമ്മുടെ ലൈവ് സെഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്സിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള ഓരോ യൂണിറ്റിൽ നിന്നും അതിൻ്റെ ഓരോ മൊഡ്യൂളിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളതെന്നും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ അവിടെ പഠിക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഈ ഒരു ലൈവ് സെഷൻസിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലൈവ് സെഷൻസിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ദെൻ നമ്മുടെ റെക്കോർഡഡ് സെഷൻസ് നമ്മുടെ സിലബസിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഈ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ നമ്മുടെ ലൈവ് സെഷൻസും ഈ നോട്ട്സും ദെൻ നമ്മുടെ ടെസ്റ്റ് സീരീസും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു എക്സാം ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, ഉറപ്പാണ്. ദെൻ നമ്മൾ ഒരുപാട് എക്സാമുകൾ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. കൃത്യമായൊരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ റിവിഷൻ ടെസ്റ്റ് കൂടി ഓരോ ടോപ്പിക്സും ഓരോ വീക്കിൽ പഠിച്ചു പോകുന്ന ടോപ്പിക്സിനോടൊപ്പം തന്നെ നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിവിഷൻ ടെസ്റ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും പഠിച്ച ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആൻസർ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ദെൻ
നമ്മളൊരു സ്റ്റഡി പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ, നമ്മൾ ഓരോ ഡേയിൽ പഠിക്കേണ്ട ടോപ്പിക്സ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ആ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ആപ്പിൽ വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു സൗകര്യം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡേയിൽ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നേരത്തെ അറിയിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടൈം നമുക്കറിയാം, പലരും ജോലി ചെയ്യുന്നവരായിരിക്കും, ചെറിയ മക്കളുള്ളവരായിരിക്കും അല്ലേ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം, ആ ഒരു സമയം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നമ്മൾ ഗ്രൂപ്പിൽ പറയുന്ന ഓരോ ഡേയിൽ പഠിക്കണം എന്ന് പറയുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് അന്ന് കവർ ചെയ്ത് പോകാനായിട്ടും സാധിക്കും. ഓക്കെ, ദെൻ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവ് സെഷൻസിലൂടെ ആണെങ്കിലും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു സെറ്റ് എക്സാം പോലെയുള്ള ഒരു എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നമുക്കറിയാം കഴിഞ്ഞ എക്സാമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ സുവോളജിയുടെ ഒക്കെ കേസിലാണെങ്കിൽ 40ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ലൈവ് സെഷൻസിൽ നിന്ന് മാത്രം നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും മാത്രം പഠിച്ചു പോവുക എന്നുള്ളതല്ല. അതിൻ്റെ 4 ഓപ്ഷൻസും കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ദെൻ ഒരു മിനിമം ഒരു 10 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുക, ഇതിനൊക്കെ ആൻസർ കീ എവിടെ നിന്ന് കിട്ടും, അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അങ്ങനെ വിചാരിച്ച് ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഈ ദിവസങ്ങൾ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റ് എക്സാം തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾക്ക് HSSTയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാവും. HSIയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, എക്സാം ഡേറ്റ് ഒക്കെ വന്നു. അപ്പോൾ ഇനി HSSTയുടെ നോട്ടിഫിക്കേഷനാണ് നമുക്കിനി വരാനിരിക്കുന്നത്. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഈ വരുന്ന സെറ്റ് എക്സാം തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അതിനായി ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പമുണ്ട്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ദെൻ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്